ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും കൂടുതൽ കിട്ടുന്ന ക്വസ്റ്റ്യൻസിൽ ഒന്നാണ്, ചേച്ചി +2 കഴിഞ്ഞിട്ട് പഠിക്കാൻ വന്നു അതോ ബാച്ചിലേഴ്സ് കഴിഞ്ഞ് പഠിക്കാൻ വന്നു? അപ്പം അതിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പം രണ്ടും ഞാൻ കമ്പയർ ചെയ്ത് എനിക്കറിയാവുന്ന മാക്സിമം പോയിന്റ്സ് ഒക്കെ വെച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അറ്റ് ദി എൻഡ് ഞാൻ ഒരിക്കലും പറയത്തില്ല ഓക്കെ നിങ്ങൾ +2 കഴിഞ്ഞ് വരുന്നതാണ് നല്ലത് അല്ലെങ്കിൽ ബാച്ചിലേഴ്സ് കഴിഞ്ഞ് വന്നതാണ്. ഈ പോയിന്റ്സ് ഒക്കെ കേട്ടിട്ട് നിങ്ങളുടെ ഡിസിഷൻ എന്താണോ അത് ബേസ് ചെയ്തിട്ട് നിങ്ങൾ തന്നെ എടുക്കണം. കാര്യം എല്ലാവരുടെയും സിറ്റുവേഷൻ ഒരുപോലെ ആയിരിക്കുന്നില്ല, എല്ലാവർക്കും ഒരേ ഫൈനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് അല്ല, അങ്ങനത്തേക്ക് വരുന്ന സിറ്റുവേഷൻ. അപ്പം നിങ്ങൾക്ക് തോന്നുന്നത് ഈ പോയിന്റ്സ് ഒക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് ഉചിതമായൊരു തീരുമാനം നിങ്ങൾ തന്നെ എടുക്കട്ടെ എന്ന് ഓർത്തിട്ടുണ്ട്. എന്നാൽ ഞാൻ പല ഡിഫറൻസസ് ഒക്കെ എന്തൊക്കെയാണെന്നൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. അപ്പം നമുക്ക് മടിച്ച് നിൽക്കാതെ വീഡിയോയിലേക്ക് കിടക്കാം. ലെറ്റ്സ് മൂവ് ടു ദ വീഡിയോ. ഈ വീഡിയോയിലേക്ക് കിടക്കണമെന്ന് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഓസ്ട്രേലിയ പഠിക്കുന്നതിന് നിങ്ങൾക്ക് കൂടുതൽ അറിയണം, അതിനകത്ത് പറയാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമുക്കൊരു സ്റ്റുഡൻറ് കമ്മ്യൂണിറ്റി ഉണ്ട്. അതിനകത്ത് ഇപ്പം തന്നെ 2000 സ്റ്റുഡൻസ് ഹിറ്റ് ചെയ്യാറായിട്ട് നിൽക്കുവാണ്. അപ്പം നിങ്ങൾക്ക് അതിനകത്ത് ജോയിൻ ചെയ്യണം. അതായത് അവരെല്ലാവരും ഓസ്ട്രേലിയക്ക് വരാനിരിക്കുന്നവരും അതിനെപ്പറ്റി ഓൾറെഡി വന്നവരും ഉണ്ട്, അതിനെപ്പറ്റി അറിയാൻ താല്പര്യപ്പെടുന്നവരൊക്കെ ഉണ്ട്. അപ്പം നിങ്ങൾക്ക് അവരുമായിട്ട് കണക്ട് ചെയ്യണമെങ്കിൽ എന്നാ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ്ഡ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇൻസ്റ്റാഗ്രാമിലൊരു DM അയക്കുക. അപ്പം ഞാൻ എന്തായാലും അതിനകത്ത് ആഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഇൻസ്റ്റാഗ്രാം ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കാം. ആദ്യം തന്നെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കോഴ്സ് ഡ്യൂറേഷനെ പറ്റിയിട്ടാണ്. നിങ്ങൾ +2 കഴിഞ്ഞ് ബാച്ചിലേഴ്സ് പഠിക്കാൻ വരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യേണ്ട സമയം എന്ന് പറയുന്നത് ബാച്ചിലേഴ്സിന് മിനിമം 3 വർഷമാണ്. ഞാൻ പറയുന്നത് മിനിമം ആണ്. അപ്പോൾ ആക്ച്വലി എടുക്കുന്നത് 3 to 4 years ആണ് എല്ലാ യൂഷ്വലി ബാച്ചിലേഴ്സിനും ആളുകൾ ഇന്റർനാഷണൽ സ്റ്റുഡൻസ് സ്പെൻഡ് ചെയ്യുന്നതായിട്ട് കണ്ടേക്കുന്നത്. അപ്പോൾ നമുക്ക് 3 to 4 years എന്തായാലും ഒരു ബാച്ചിലർ ഡിഗ്രി പഠിക്കാൻ വരുമ്പോൾ സ്പെൻഡ് ചെയ്യേണ്ടി വരും. അതേ സമയത്ത് ഒരു മാസ്റ്റേഴ്സ് ആണ് പഠിക്കാൻ വരുന്നെങ്കിൽ ഒരാൾ സ്പെൻഡ് ചെയ്യുന്നത് 2 വർഷമാണ്. അപ്പം അത്രയും എക്സ്ട്രാ സമയം നിങ്ങൾ ബാച്ചിലേഴ്സിന് വേണ്ടിയിട്ട് +2 കഴിഞ്ഞിട്ട് വരുവാണെങ്കിൽ സ്പെൻഡ് ചെയ്യേണ്ടി വരും എന്നതാണ് ആദ്യത്തെ പോയിന്റ്. അത് റിലേറ്റഡ് തന്നെയായിട്ടാണ് നമ്മുടെ ഫീസിൻ്റെ കാര്യം വരുന്നത്. അതായത് ഒബ്വിയസ്ലി ഫീസ് എന്ന് പറയുന്നത് കൂടുതലായിരിക്കും ബാച്ചിലേഴ്സ് പഠിക്കാൻ വരുന്നത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാസ്റ്റേഴ്സിന് 2 വർഷമുള്ളൂ, ബാച്ചിലേഴ്സ് വരാൻ നേരത്ത് 3 years അല്ലെങ്കിൽ 4 years വരുന്നത്. അപ്പോൾ ഒബ്വിയസ്ലി ഫീസ് കൂടുതലായിരിക്കുമല്ലോ. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വരാൻ നേരത്തെ ഏകദേശം ബാച്ചിലേഴ്സിന്റെയും മാസ്റ്റേഴ്സിന്റെയും ഓരോ സെമസ്റ്റർ വൈസിലുള്ള ഫീസ് ഏകദേശം സെയിം ആണ് വരുന്നത്. ഏകദേശം കറക്റ്റ് എത്രയും എമൗണ്ട് ആണെന്നല്ല, പക്ഷെ ഏകദേശം സിമിലർ ആയിട്ടുള്ള എമൗണ്ട് ആണ് വരുന്നത്. പക്ഷേ ബാച്ചിലേഴ്സിന്റെ ഇയേഴ്സ് കോഴ്സ് ഡ്യൂറേഷൻ കൂടുതലായതുകൊണ്ട് സ്പെൻഡ് ചെയ്യേണ്ട തുക കൂടുതലായിട്ട് വരും. അതിപ്പോൾ ഞാനിപ്പോൾ ബാച്ചിലേഴ്സ് എന്ന് പറയുന്നത് അതിപ്പോൾ ഏത് ഫീൽഡ് ആണെങ്കിലും വരുന്നത് 3 വർഷമാണ് അല്ലെങ്കിൽ 4 വർഷമാണ്, ഏത് ഡിഗ്രി ആണെങ്കിലും. അതുപോലെ തന്നെ ഫീസ് ആണെങ്കിലും മാസ്റ്റേഴ്സിനെ അപേക്ഷിച്ച് ബാച്ചിലേഴ്സിന്റെ ഫീസ് കൂടുതലായിരിക്കും, കോഴ്സ് ഡ്യൂറേഷൻ കൂടുതലായതുകൊണ്ട്. ഇനി അത് റിലേറ്റഡ് വെച്ച് കഴിഞ്ഞാൽ ലിവിങ് എക്സ്പെൻസിനെ പറ്റി എനിക്ക് പറയാനുള്ളത്. ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ നിൽക്കുന്ന കോഴ്സ് ഡ്യൂറേഷൻ കൂടുതലായതുകൊണ്ട് ലിവിങ് എക്സ്പെൻസും നമ്മൾ ബാച്ചിലേഴ്സ് ഡിഗ്രി അല്ലെങ്കിൽ +2 കഴിഞ്ഞ് വരുന്ന ഒരു വ്യക്തിക്ക് കൂടുതൽ കാണിക്കേണ്ടി വരും. അതേ സമയത്ത് മാസ്റ്റേഴ്സ് പഠിക്കാൻ വരുന്ന ഒരു വ്യക്തി 2 വർഷമാണ് പഠിക്കാൻ വരുന്നതെന്നുള്ളത് കൊണ്ട് അവർക്ക് ലിവിങ് എക്സ്പെൻസ് ബാച്ചിലേഴ്സ് പഠിക്കാൻ വരുന്ന വ്യക്തിനെ അപേക്ഷിച്ച് കുറച്ച് കാണിച്ചാൽ മതി. 3 പോയിന്റ് ഒരുമിച്ച് പറഞ്ഞു. അതായത് കോഴ്സ് ഡ്യൂറേഷൻ ആണെങ്കിലും നമ്മൾ +2 കഴിഞ്ഞ് വന്നാൽ കൂടുതലായിരിക്കും, കോഴ്സ് ഫീസ് ആണെങ്കിലും കൂടുതലായിരിക്കും, ലിവിങ് എക്സ്പെൻസ് കാണിക്കേണ്ടതാണെങ്കിലും +2 കഴിഞ്ഞ് വരുവാണെങ്കിൽ നമ്മൾ ബാച്ചിലേഴ്സ് കഴിഞ്ഞ് വരുന്ന അപേക്ഷിച്ച് കൂടുതലായിരിക്കും. നിങ്ങൾ ഓർക്കും ഇത് എന്നാ നെഗറ്റീവ് മാത്രമാണോ +2 കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ പറയാനുള്ളൂ എന്ന്. അപ്പം അടുത്ത പോയിന്റ് ഒരു വലിയൊരു പോസിറ്റീവാണ്. അടുത്ത പോയിന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കോഴ്സ് ഓപ്ഷൻസ് ആണ്. അതായത് നമുക്ക് +2 കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ കുറേ കോഴ്സ് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. എന്നാൽ ഡിഗ്രി കഴിഞ്ഞ് വന്നു കഴിഞ്ഞിട്ട് കോഴ്സ് ഓപ്ഷൻസ് വളരെ കുറവാണ്. ഫോർ എക്സാമ്പിൾ, ഞാൻ BCom കഴിഞ്ഞ് വരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഞാൻ അത് റിലേറ്റഡ് കോഴ്സ് എടുക്കാനായിട്ട് നമുക്ക് എടുക്കേണ്ടി വരും. കാര്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ വിസ റിജക്ഷൻസ് ഒക്കെ ചാൻസ് കൂടുതലാണ്, എനിക്ക് ഓപ്ഷൻസ് വളരെ കുറവാണ്. അതേസമയം നിങ്ങൾ +2 കഴിഞ്ഞിട്ടുള്ള വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് അത് തന്നെ എടുക്കണം, അതേ ഫീൽഡ് തന്നെ എടുക്കണം എന്നുള്ളത് ഓപ്ഷൻ കുറവാണ്. കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം, ഇപ്പം ഇമിഗ്രേഷൻ ആണെങ്കിലും അറിയാം നിങ്ങൾ +2 കഴിഞ്ഞിട്ടുള്ളൂ, നിങ്ങൾക്ക് അപ്പം അത്ര ആയിട്ടുള്ളൂ, അപ്പം നിങ്ങൾ ഏതെടുത്താലും അവർക്ക് കുഴപ്പമില്ല. പക്ഷെ നിങ്ങളൊരു ഡിഗ്രി കഴിഞ്ഞ് വരുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ അതേ ഫീൽഡ് എടുത്തില്ലേ അവർ ചോദ്യം ചെയ്യും, എന്തുകൊണ്ടാണ് നിങ്ങളിത് എടുത്തത്, PR കിട്ടാനല്ലേ. അപ്പൊ അത് വലിയൊരു നല്ല പോയിന്റാണ്. കാര്യം നിങ്ങൾക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ട് ചൂസ് ചെയ്യാനായിട്ട്. അപ്പൊ നിങ്ങൾക്ക് നല്ലൊരു കോഴ്സ് എടുക്കാനായിട്ട്, അതായത് ചില കോഴ്സസ് എടുത്താൽ PR കിട്ടുമെന്ന് ഉറപ്പുള്ള കോഴ്സസ് എടുക്കാൻ നിങ്ങൾക്ക് പറ്റും. പക്ഷെ അതൊരു ഡിഗ്രി കഴിഞ്ഞൊരു വ്യക്തിക്ക് അത് എടുക്കണമെങ്കിൽ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല, കാര്യം അത് വേറെ ഫീൽഡാന്നുള്ളത്. അപ്പൊ അത് വലിയൊരു നല്ല പോയിന്റാണ്. അപ്പൊ നിങ്ങൾ +2 കഴിഞ്ഞ് വരാനിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അതനുസരിച്ച് നല്ലൊരു കോഴ്സ് ചൂസ് ചെയ്യാനായിട്ടും ആ ഒരു ഗുഡ് പോയിന്റ് അല്ലെങ്കിൽ ആ ഒരു പോസിറ്റീവ് പോയിന്റ് സെലക്ട് ചെയ്യാനും മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനായിട്ടും ശ്രമിക്കുക. അടുത്ത
അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏണിങ്സിനെ പറ്റിയിട്ടാണ്, അല്ലെങ്കിൽ നമ്മുടെ ഇൻകം എന്ന് വേണമെങ്കിൽ പറയാം. അതായത് നിങ്ങൾ +2 കഴിഞ്ഞ് വരാൻ നേരത്ത് നിങ്ങൾക്ക് കിട്ടുന്ന ഏണിങ്സ് അല്ലെങ്കിൽ നിങ്ങളുടെ വേജ് എന്ന് പറയുന്നത് ഡിഗ്രി കഴിഞ്ഞ് വരുന്ന ഒരാളുടെ വേജിനേക്കാൾ കുറവായിരിക്കും. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ നമ്മുടെ വേജ് സിസ്റ്റം എന്ന് പറയുന്നത് പ്രായത്തിന് ബേസ് ചെയ്തിട്ടാണ്. നിങ്ങൾക്ക് 21 വയസ്സിന് താഴെ കിട്ടുന്ന പൈസ കുറവും 21 വയസ്സിന് മേലെ കിട്ടുന്ന പൈസ കൂടുതലുമാണ്. അപ്പം നിങ്ങൾ +2 കഴിഞ്ഞ് വരുമ്പോൾ നിങ്ങളുടെ പ്രായം നിങ്ങൾക്ക് അറിയാം. അപ്പം അതിനുള്ള പൈസയാണ് നിങ്ങൾക്ക് കിട്ടുള്ളൂ. ഈവൻ ദോ നിങ്ങൾ ഒരാൾ വർക്ക് ചെയ്യുന്നത്, അതായത് ഇപ്പൊ 24 വയസ്സുള്ള ആൾ വർക്ക് ചെയ്യുന്ന അതേ ജോലി ആയിരിക്കും നിങ്ങൾ ചെയ്യുന്നത്, അതേ കഷ്ടപ്പാട് നിങ്ങൾ എടുക്കേണ്ടാവും, ചിലപ്പോൾ അതിൽ കൂടുതൽ എടുക്കേണ്ടാവും. പക്ഷെ നിങ്ങൾക്ക് കിട്ടുന്ന ഏണിങ്സ് മറ്റേ ആളെ കിട്ടുന്ന ഏണിങ്സിനൊക്കെ കുറവായിരിക്കും. കാര്യം അങ്ങനെയാണ് ഇവിടെ വേജ് സിസ്റ്റം എന്ന് പറയുന്നത്. 21 വയസ്സിന് താഴെയാണെങ്കിൽ കിട്ടുന്ന പൈസ കുറവായിരിക്കും. അതൊരു നെഗറ്റീവ് പോയിന്റ് ആണ്. നിങ്ങൾ എത്ര കഷ്ടപ്പെട്ടാലും നിങ്ങൾക്ക് ആ ഒരു പൈസയാണ് ഇവിടെ കിട്ടുന്നത്. ഇനി പറയാനുള്ളത് ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെന്റ്സിനെ പറ്റിയിട്ടാണ്. നിങ്ങൾ +2 കഴിഞ്ഞിട്ട് വരുവാണെങ്കിൽ നിങ്ങൾക്ക് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് റിക്വയർമെന്റേ ഉള്ളൂ എന്ന് വേണമെങ്കിൽ പറയും. കാര്യം ഇപ്പോൾ മാസ്റ്റേഴ്സ് പഠിക്കാൻ വരുന്ന ഒരു വ്യക്തിക്ക് ഒബ്വിയസ്ലി ഒരു ഹയർ ലെവലാണ് നമ്മൾ +2 കഴിഞ്ഞ് വരുന്ന ഒരാളെ കമ്പയർ ചെയ്യുമ്പോൾ ഹയർ ലെവൽ ഓഫ് ഡിഗ്രിക്കാണ് വരുന്നത്. അപ്പോൾ ആൾക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെന്റ്സ് വളരെ കൂടുതലാണ്. ഇപ്പം തന്നെ റീസെന്റ് കുറേ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. 6.5 എന്നുള്ളത് അതിൽ കൂടുതൽ 7 വേണം ചില ഡിഗ്രിക്ക് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം നിങ്ങൾ +2 കഴിഞ്ഞ് വരുവാണെങ്കിൽ നിങ്ങൾക്ക് അത്രയും റിക്വയർമെന്റ്സ് ഇല്ല, അത്രയും സ്ട്രിക്റ്റ് അല്ല ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെന്റ്സിൽ. മറ്റേത് ഓരോ ദിവസം കൂടുതലും മാസ്റ്റേഴ്സ് പഠിക്കാൻ വരുന്നവരുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെന്റ്സ് കൂട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെന്റ് നിങ്ങൾ +2 കഴിഞ്ഞ് വരുവാണെങ്കിൽ മാസ്റ്റേഴ്സ് വരുന്ന ഒരു വ്യക്തിനെ അപേക്ഷിച്ച് നിങ്ങൾക്ക് കുറവ് മതി എന്നതാണ് ഒരു ഗുഡ് ന്യൂസ് എന്ന് വേണമെങ്കിൽ ഞാൻ പറയാം. അടുത്ത എനിക്ക് പറയാനുള്ളത് ജോബ് ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ പ്രൊഫഷണൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ്. നിങ്ങളുടെ സെയിം ഫീൽഡിലുള്ള ഒരു ജോലി കിട്ടണമെങ്കിൽ എത്ര പാടാണെന്ന്. നിങ്ങൾ +2 കഴിഞ്ഞൊരു വ്യക്തിയാണെങ്കിൽ ഒബ്വിയസ്ലി നിങ്ങളിപ്പോൾ +2 കഴിഞ്ഞു, നിങ്ങളുടെ ബാച്ചിലേഴ്സ് കഴിഞ്ഞൊരു വ്യക്തിയുണ്ട്, മാസ്റ്റേഴ്സ് കഴിഞ്ഞ ഒരു വ്യക്തിയുണ്ട്, സെയിം ഫീൽഡാണ്, രണ്ടുപേരും IT ചെയ്തേക്കുന്നത്. ഫോർ എക്സാമ്പിൾ ഒബ്വിയസ്ലി എന്തായിരിക്കും മാസ്റ്റേഴ്സ് ചെയ്ത ഒരു വ്യക്തിക്കായിരിക്കും അവരെപ്പോഴും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത്. കാര്യം അവർക്ക് കുറച്ചുകൂടി നാളത്തെ ഒരു കോഴ്സ് റിലേറ്റഡ് പരിചയമുണ്ട് എന്ന് വേണമെങ്കിൽ പറയും. അങ്ങനെ വരാൻ നേരത്തെ നിങ്ങൾക്ക് ജോലി കിട്ടാനുള്ള ചാൻസ് കുറയും. അതാണ് പറഞ്ഞത്. അതേസമയം തന്നെ ഇപ്പൊ മാസ്റ്റേഴ്സ് പഠിക്കുന്ന ഒരു വ്യക്തികൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതേ ഫീൽഡ് ജോലി ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. കാര്യം അവരത് ഓൾറെഡി ഇപ്പൊ മാസ്റ്റേഴ്സ് ഇപ്പൊ പറഞ്ഞ ഒരു IT ആണെങ്കിൽ IT ബാച്ചിലേഴ്സ് അവർ ചെയ്ത് കഴിഞ്ഞു. അപ്പൊ അവർക്ക് മാസ്റ്റേഴ്സ് ചെയ്യുന്ന സമയത്ത് ഒരേ ഫീൽഡിൽ ഇപ്പൊ ജോലി അപ്ലൈ ചെയ്യാനും കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. എന്നാൽ നിങ്ങൾ ബാച്ചിലേഴ്സ് പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് സെയിം ഫീൽഡ് ജോലി കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടുന്നവരുണ്ട്. പക്ഷേ മാസ്റ്റേഴ്സ് പഠിക്കുന്നവർക്ക് കിട്ടുന്ന അത്രയും കിട്ടാനുള്ള ചാൻസ് കുറവാണ്. കാര്യം നിങ്ങൾ അതിന് മുന്നേ നിങ്ങളുടെ സെയിം ഫീൽഡിലൊന്നും പഠിച്ചില്ല. നിങ്ങളുടെ പ്രീവിയസ് ഡിഗ്രി എന്ന് പറഞ്ഞാൽ +2 മാത്രമാണ്. യൂഷ്വലി കണ്ടുവരുന്നത് ബാച്ചിലേഴ്സ് ഡിഗ്രി പഠിക്കുന്നവരെല്ലാവരും കാഷ്വൽ ജോബ്സോ പാർട്ട് ടൈം ജോബ് വേറെ എന്തെങ്കിലുമാണ് ചെയ്തു വരുന്നതായിട്ട് കണ്ടുവരുന്നത്. പക്ഷെ കിട്ടത്തില്ല എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. നമ്മളിപ്പോൾ കമ്പയർ ചെയ്യാമല്ലോ മാസ്റ്റേഴ്സും ബാച്ചിലേഴ്സും പഠിക്കാൻ വരും. അപ്പോൾ ആ ഒരു വ്യത്യാസം എപ്പോഴും ഉണ്ടായിരിക്കും എന്നതാണ് അതിനകത്ത് എനിക്ക് പറയാനുള്ളത്. ഇതൊക്കെ എനിക്ക് സംസാരിക്കാനുള്ള PR പോയിന്റ്സിനെ പറ്റിയിട്ടാണ്. PR പോയിന്റ്സ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് ഓൾറെഡി ഞാൻ ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇൻ കേസ് നിങ്ങൾ അത് കണ്ടിട്ടില്ല, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. എന്തായാലും പോയി കാണാൻ ശ്രമിക്കാം. ഇവിടെ ഒരു ഡിഗ്രി പഠിക്കാൻ നേരത്ത് നിങ്ങൾക്ക് ആ ഡിഗ്രിക്ക് ഇത്ര പോയിന്റ് എന്ന് പറഞ്ഞ് കിട്ടും. അതിപ്പോൾ നിങ്ങൾ മാസ്റ്റേഴ്സ് പഠിച്ചാലും ബാച്ചിലേഴ്സ് പഠിച്ചാലും നിങ്ങൾക്ക് സെയിം പോയിന്റ് ആണ് കിട്ടുന്നത്. അപ്പം നിങ്ങൾക്ക് ബാച്ചിലേഴ്സ് ആണല്ലോ അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് പഠിച്ചാലും കൂടുതൽ പോയിന്റ് കിട്ടുമെന്ന് വിചാരിക്കേണ്ടത്. രണ്ടിനും സെയിം പോയിന്റ് ആണ് ഉള്ളത്. അതിനെപ്പറ്റി വറി ചെയ്യേണ്ട കാര്യമില്ല. ഇനി പറയാനുള്ളത് സേവിങ്സിനെ പറ്റിയിട്ടാണ്. സേവിങ്സിനെ പറ്റി പറഞ്ഞു വരുമ്പോൾ ഒബ്വിയസ്ലി ഈ +2 കഴിഞ്ഞ് വരുന്ന കുട്ടികൾ വലിയ നാട്ടിൽ അങ്ങനെ പൈസ ഒന്നും ഉണ്ടാക്കാതെ അല്ലെങ്കിൽ അങ്ങനെ അധികം പ്രായം വെച്ച് നോക്കും മെച്യൂരിറ്റി കുറവായിട്ടുള്ളവരാണ്. പെട്ടെന്ന് പൈസ കിട്ടുമ്പോൾ ഞാൻ കുറേ പേരെ കണ്ടിട്ടുണ്ട് എങ്ങനെ ഉപയോഗിക്കണം എന്ന് അറിയാണ്ട് ദൂർത്തടിച്ച് കളയുന്നത്. എന്നാൽ അതേ സമയത്ത് മാസ്റ്റേഴ്സ് പഠിക്കുന്നവർ കുറച്ചുകൂടി മെച്യൂർഡായിട്ട് ഡിസിഷൻ എടുക്കണേ അന്ന് വെച്ച് മാസ്റ്റേഴ്സ് പഠിക്കാൻ വന്നവരെല്ലാവരും ദൂർത്തടിക്കണമെന്നും ഇല്ല എന്നല്ല പറയുന്നത്. പക്ഷേ ഭൂരിഭാഗം ആളുകളും കുട്ടികൾ വരാനത്ര +2 കഴിഞ്ഞ് വരുന്നവർക്ക് പൈസ എങ്ങനെ ചെലവാക്കണം അല്ലെങ്കിൽ എങ്ങനെ സേവ് ചെയ്യണം എന്നൊന്നും അറിയാണ്ട് അവരെന്തൊക്കെയോ കാട്ടിക്കൂട്ടുന്ന ഒരു സിറ്റുവേഷനാണ്. കാര്യം മണി മാനേജ്മെന്റ് എന്ത് ചെയ്യണം എന്നറിയില്ലാത്തൊരു സിറ്റുവേഷൻ നമ്മൾ കുറേ കാണുന്നുണ്ട്. അതപ്പോൾ കൂടുതലും മാസ്റ്റേഴ്സ് പഠിക്കാൻ നേരത്താണ് നിങ്ങൾ വരുന്നതെങ്കിൽ അത് കുറച്ചുകൂടി മെച്യൂർഡായിട്ട് ഡിസിഷൻ എടുക്കാനുള്ള ഒരു ഇമോഷണൽ സ്റ്റെബിലിറ്റി നിങ്ങൾക്കുണ്ട്. അതേ പോയിന്റിനോട് തന്നെ പറയാൻ നമുക്ക് ഇമോഷണൽ ബാലൻസിന്റെ കാര്യമാണെങ്കിലും
എന്താ മെന്റൽ സ്ട്രെങ്ത്തിൻ്റെയൊക്കെ കാര്യം പറയുകയാണെങ്കിൽ പ്രായം കൂടുതൽ വരുമ്പോൾ കുറച്ചുകൂടി മെന്റൽ സ്ട്രെങ്ത്തും കാര്യങ്ങൾ മാനേജ് ചെയ്യാനും ഇമോഷണൽ ബാലൻസ് ഒക്കെ കുറച്ചുകൂടി കൂടുതലുള്ളപോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ +2 കഴിഞ്ഞ് വരുന്ന കൊച്ചുങ്ങളാണത്, എന്നാ പറയണ, അവർ കുറ്റം പറയാൻ പറ്റും. അപ്പം അവർക്ക് അത്രയും ഒരിതില്ല, അത് അവർ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. പക്ഷേ അത് പ്രാക്ടിക്കലായിട്ടുള്ള കാര്യമാണ്. ഞാൻ കുറേ പേര് കണ്ടിട്ടുണ്ട്. എന്നാൽ നന്നായിട്ട് മാനേജ് ചെയ്യുന്നവരുണ്ട്, എല്ലാവരും ഞാൻ കുറ്റം പറയല്ല, എന്നാൽ നന്നായിട്ട് മാനേജ് ചെയ്യുന്നത്. പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് ഡോക്യുമെന്റ്സിനെ പറ്റിയിട്ടാണ്. ഡോക്യുമെന്റ്സ് നിങ്ങൾ +2 കഴിഞ്ഞ് ബാച്ചിലേഴ്സിന് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ മാസ്റ്റേഴ്സിന് അപ്ലൈ ചെയ്യുന്നതിന് ഏകദേശം സിമിലർ ഡോക്യുമെന്റ്സ് ആണ് വരുന്നത്. ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ മാസ്റ്റേഴ്സിന് അപ്ലൈ ചെയ്യാൻ നേരത്ത് നിങ്ങൾക്ക് ബാച്ചിലേഴ്സിന് ഡിഗ്രി ഉണ്ടാവും എന്നതാണ് എനിക്ക് വ്യത്യാസമായിട്ട് അല്ലാണ്ട് വേറെ വലിയ വ്യത്യാസമൊന്നുമില്ല. പിന്നെ ലിവിങ് എക്സ്പെൻസ് നേരത്തെ പറഞ്ഞ പോലെ കൂടുതൽ കാണിക്കേണ്ടി വരും. അതൊക്കെയാണ് ഇതിനകത്ത് വരുന്ന മെയിൻ ആയിട്ടുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. പിന്നെ അവസാന പോയിന്റ് എന്ന് പറഞ്ഞാൽ വലിയൊരു ഗുണമാണ്. ഞാൻ എല്ലാവരോടും പറയുന്നൊരു കാര്യമാണ്, നിങ്ങൾക്ക് എത്ര നേരത്തെ വരാൻ പറ്റും അത്ര നേരത്തെ വരുന്നതാണ് നല്ലതെന്ന്. അത് ലൈക്ക് എൻ്റെ ഒരു ഒപ്പീനിയൻ മാത്രം കേട്ടോ. അന്ന് വെച്ചിട്ട് ഞാൻ ചേച്ചി അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ് വന്നിട്ട് എന്നൊന്നും പറയില്ല കേട്ടോ. അപ്പം അതെന്നെ ഞാൻ അങ്ങനെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഓരോ ദിവസം കൂടുന്നോളും ഭയങ്കര കോമ്പറ്റീഷനാണ്. അതായത് ഞാൻ വന്നൊരു സിറ്റുവേഷനേ അല്ല, ആ സമയത്ത് സിറ്റുവേഷനേ അല്ല. ഞാൻ വന്ന സമയത്ത് 1000 സ്റ്റുഡൻസ് ആണെങ്കിൽ ഇപ്പോൾ 1,00,000 സ്റ്റുഡൻസ് ആണ്. അത്രയും കോമ്പറ്റീറ്റീവ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസവും. അപ്പം എത്ര നേരത്തെ വരാൻ പറ്റും അത്ര നല്ലത്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ റൂൾസും അതിനനുസരിച്ച് സ്ട്രിക്റ്റ് ആക്കിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷനാണ്. അപ്പം നിങ്ങൾ +2 കഴിഞ്ഞ് വരുന്നൊരു സിറ്റുവേഷൻ ആയിരിക്കത്തില്ല നിങ്ങൾ ബാച്ചിലേഴ്സ് കഴിഞ്ഞ് വരുമ്പോൾ. അപ്പം അത് എന്നാ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾ +2 കഴിഞ്ഞ് വന്ന് നിങ്ങളുടെ ബാച്ചിലേഴ്സ് കഴിഞ്ഞ് നിങ്ങൾക്ക് എല്ലാ സ്റ്റെപ്പൊക്കെ കഴിഞ്ഞുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ PR ഏകദേശം ഒരു 25-26 വയസ്സ്, 24, 25, 26 വയസ്സിനുള്ളിൽ നിങ്ങളുടെ കയ്യിൽ PR കിട്ടേണ്ടതാണ്. ആ സമയത്ത് എന്തായാലും PR കിട്ടും. പക്ഷേ അതേ സമയത്ത് മാസ്റ്റേഴ്സ് പഠിക്കാൻ വരുന്നൊരു വ്യക്തിയാണെങ്കിൽ ആള് ഇവിടെ മാസ്റ്റേഴ്സും കഴിഞ്ഞ്, കാര്യം പ്രായ വ്യത്യാസം ഉണ്ടല്ലോ വരുന്ന സമയത്ത്, മാസ്റ്റേഴ്സും കഴിഞ്ഞ് PR കിട്ടി വരുമ്പോൾ ഒരു 26, നേരത്തെ 26 എന്ന് പറഞ്ഞത് ചിലപ്പോൾ 29 വയസ്സാവും, 30 വയസ്സാവും. അപ്പം നമുക്കൊരു പേഴ്സണൽ ഗ്രോത്തിനുള്ള സമയം കിട്ടുന്നില്ല. എന്നാൽ നമുക്ക് വേറെ എന്തെങ്കിലും ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ അത് തേടി പോകാനോ, ഇപ്പം ബാച്ചിലേഴ്സ് കഴിഞ്ഞ് വന്ന് നിങ്ങൾക്ക് PR കിട്ടി, ഒരു 25 വയസ്സിൽ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾക്ക് ബിസിനസ് ഇടാനോ വേറെ എന്തെങ്കിലും റിസ്ക് എടുക്കാൻ. പക്ഷേ മാസ്റ്റേഴ്സ് കഴിഞ്ഞ് വന്നവർക്ക് PR കിട്ടി വരുമ്പോഴത്തേക്ക് 30 വയസ്സാകും. അപ്പോഴത്തേക്ക് അവർ ഫാമിലി തുടങ്ങണോ, വീട് മേടിക്കണോ. അപ്പോൾ അവർക്ക് ആ ഒരു പേഴ്സണൽ ഗ്രോത്തിനുള്ള സമയം കിട്ടില്ല. അത് +2 കഴിഞ്ഞ് വന്നവരുടെ വലിയൊരു അഡ്വാൻറ്റേജ് ആണെന്ന് ഞാൻ പറയും. അപ്പോൾ ഇന്ന് വീഡിയോ അത്രേ ഉള്ളൂ. വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. കാര്യം കുറേ പേര് എനിക്ക് +2 കഴിഞ്ഞ് പഠിക്കാൻ വന്നോ, ആദ്യമോ ഡിഗ്രി കഴിഞ്ഞ് പഠിക്കാൻ വന്നോ, ഇത് കുറേ കിട്ടുന്നതാണ് ഞാൻ ഓർത്ത് ഇതിനെപ്പറ്റി ചെയ്യാമെന്ന്. അപ്പോൾ ഈ ഒരു പോയിന്റ്സ് ഒക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ഉചിതമായ ഒരു ഡിസിഷൻ നിങ്ങൾ തന്നെ എടുക്കണം എന്നതാണ് എൻ്റെ ആഗ്രഹം. വേറെ ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഈ ചാനലും സപ്പോർട്ട് ചെയ്യുക, കണ്ടിന്യൂസ് ആയിട്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഇതുവരെ സപ്പോർട്ട് ചെയ്ത് ഞാൻ വളരെ ഗ്രേറ്റ്ഫുൾ ആണ്. എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുക. ഇനി കാണുന്നവരെ ബൈ ബൈ.